വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലാണ് ഇത് സാനിമോൾ മീൻകറി വെക്കാനുള്ള പുളി ഉണ്ടല്ലോ, പുളി നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ അമ്മ മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ മാത്രമല്ല, പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട്. മീനെന്ന് പറയുമ്പോൾ ഇത് വെള്ളപ്പാരയുടെ കുഞ്ഞാണ് കേട്ടോ. അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. കുഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, തീരെ ചെറുതുമല്ല കേട്ടോ. അത്യാവശ്യം വലിയ മീൻ തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ചെയ്യാനും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പിന്നെ കറിയുടെ പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ അടുത്ത ദിവസങ്ങൾ അമ്മയുടെ പല്ലെടുക്കുന്നുണ്ട്. അപ്പം ഇനി ഫിഷ് കറിയൊക്കെ വെച്ച് തോനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പം അത് ഒരു എളുപ്പ പണിയാണല്ലോ. അതുകൊണ്ട് അമ്മ മീനൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മീൻ കറി വെക്കുന്ന എല്ലാവർക്കും ഫെമിലിയർ ആണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല. പക്ഷേ എവിടുന്ന് എത്ര മീൻ കറി കഴിച്ചിട്ടുണ്ടായാലും നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന മീൻ കറി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒരു വട്ടം ഞാൻ എവിടെയോ പോയിട്ട് വീട്ടിലേക്ക് ജസ്റ്റ് വന്ന സമയത്ത് അമ്മ ഇവിടെ മീൻ, അതായത് മത്തിയുടെ പരിഞ്ഞിലും, അതായത് മത്തി മുട്ടയും മത്തിയുടെ തലയും ജസ്റ്റ് നോർമൽ മസാലയിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ, എനിക്കറിയത്തില്ല എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാമോ. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഡെയിലി മത്തിയുടെ മുട്ട കഴിക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഞാൻ കയറി ഇറങ്ങി സത്യം പറഞ്ഞാൽ അത് മൊത്തം കഴിക്കുകയും ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ തേങ്ങ അരപ്പ് റെഡിയായി. അതിലേക്ക് തന്നെ അമ്മ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെല്ലാം ചേർക്കും. ഇത് ഒരു സ്പെഷ്യൽ മസാലയാണ്. അതായത് കുറച്ച് തേങ്ങ ഇതിനകത്തേക്ക് വറുത്തരച്ച് ചേർത്താണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഇതായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ ഒരു 2 ദിവസമൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലാതെ പുറത്തിരുന്നോളും. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി മീൻ, അതായത് ഫ്രഷ് പച്ച മീനായിരുന്നു കേട്ടോ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രുചിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ലതായിട്ട് വൃത്തിയായിട്ട് 2-3 ആയിട്ടൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ. അത്രയ്ക്കും വലിയ മീനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്മയെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചു. ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മുളകും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ പേര് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. പേര് ഞാൻ ഓർത്തിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഇതിനകത്ത് മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. മുട്ടയും പിന്നെ അതുപോലെ നമ്മൾ ഫിഷ് ഫ്രൈയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ ചേട്ടൻ വീട്ടിലും പച്ചക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഈ അടുപ്പിലെ മീൻ വറുത്തതും മീൻ കറിയൊക്കെ റെഡി ആവുന്നുണ്ട്. മീൻ വറുത്തതിനൊക്കെ ഓൾറെഡി മസാല തേച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. എന്നിട്ട് 2 എണ്ണം വെച്ച് വലിയ ചീനിച്ചട്ടിയിലാണ് കേട്ടോ വറക്കുന്നത്. ഒരുപാട് നാളെ ഇത്രയും നല്ല ഫ്രഷ് മീൻ കഴിച്ചിട്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ ദോശയുടെ കൂടെയാണ് കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗെസ്. ബൈ.